വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഗുഡ് ഈവനിങ് ഇല്ലേ? എന്തുണ്ട് വിശേഷം? സുഖല്ലേ? നമ്മളിന്നിരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിലൊരു വ്യാവസായിക വളർച്ച കൈവരിച്ച അഭിമാനകരമായ നിമിഷത്തിൽ അത് ആഘോഷിക്കാനും തുടർന്നുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ കരുത്തോടെ കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് സഹായകമാക്കാനുള്ള ഒരു മഹത്തായ ചടങ്ങിനാണ് നമ്മളിപ്പം ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. കാട്ടാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൗൺസിൽ കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കാട്ടാക്കടക്കരായ ആളുകൾ കാട്ടാക്കടയുടെ വ്യവസായ വളർച്ചയ്ക്ക് സഹായകമാകുന്ന തരത്തിൽ സംരംഭകർക്കും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുക എന്നുള്ളത്, ഒരു ഫെസിലിറ്റേറ്ററായി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് KIDCയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. അഡ്വക്കേറ്റ് ഐ. സതീഷ് MLA ചെയർമാനായും ജില്ലാ വികസന കമ്മീഷണർ കൺവീനറുമായിട്ടുള്ളൊരു സമിതി, ഒരു ഗവൺമെന്റ് ജിയോ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ് KIDC. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു കൗൺസിലാണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. KIDC ആദ്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി കഴിഞ്ഞ വർഷം മെയ് 5-ാം തീയതി ശ്രീ കാളിദാസ് കൺവെൻഷൻ സെന്ററിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റപ്പ് ആയിരുന്നു. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നിയോജക മണ്ഡലം, ഒരു നിക്ഷേപക സംഗമം നടത്തുന്നത്. അത് വളരെ അഭിമാനത്തോടെ പറയാമോ നമ്മുടെ മണ്ഡലമാണ്. അന്ന് ഏകദേശം 136 പേരാണ് ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റപ്പിൽ പങ്കെടുത്തത്. അവർ കാട്ടാക്കടയിലെ സാധ്യതകളെ കുറിച്ച് അറിഞ്ഞു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, അവസരങ്ങൾ മനസ്സിലാക്കി നിക്ഷേപങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. ഇന്ന് ഈ ഒരു വേദിയിൽ ഉദ്ഘാടന ചടങ്ങിന് മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, കഴിഞ്ഞ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്ത് അന്ന് ഇൻവെസ്റ്റേഴ്സ് മീറ്റപ്പിൽ പങ്കെടുത്ത 3ാമത്തെ സ്ഥാപനമായിരുന്നു ചാർക്കോൾ ബ്രിക്കറ്റിന്റെ ഒരു കമ്പനി SRV ടെക്നോളജീസ്, മാറുന്നല്ലൂർ പഞ്ചായത്ത്. അത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വലിയ 3ാമത്തെ കമ്പനിയാണ്. ഏകദേശം 20ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം. അടുത്ത ആഴ്ച വേറൊരു പുതിയ സ്ഥാപനത്തിന്റെ ഇനാഗുറേഷൻ ചടങ്ങും കൂടെ നമ്മുടെ മണ്ഡലത്തിൽ നടക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്തിന് എന്ന് ചോദിച്ച ചിലരോടെങ്കിലും നമുക്ക് പറയാൻ പറ്റും, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കാട്ടാക്കട മണ്ഡലത്തിൽ ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റപ്പ് കൊണ്ട് മാത്രം 5 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഏകദേശം 60-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ KIDCക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാനിതിവിടെ പറയാൻ കാര്യം, KIDC റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ വിശദീകരിക്കണമല്ലോ. MLA ഇപ്പം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ മനസ്സിലൊരു ആശയം ഉണ്ടാവുക, ആ ആശയം ഒരു പ്രോഡക്റ്റ് ആയിട്ടോ സർവീസ് ആയിട്ടോ സ്ഥാപനമായിട്ടോ പുറത്തേക്ക് വരുന്ന അവസരത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിലരെങ്കിലും തട്ടി നിൽക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് വളരെ സൗകര്യപൂർവ്വം, വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെ സമീപിക്കാവുന്നതാണ് KIDC. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 സ്ഥാപനങ്ങളും അവർക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ തടസ്സം നിന്നപ്പോൾ അതിലിടപെട്ട് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ, അത് പരിഹരിക്കാനും സാധിച്ചിട്ടുണ്ട് KIDC എന്നൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ഒരു അവസരത്തിൽ അഭിമാനപൂർവ്വം പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആശയം ഉണ്ടാവുക, ആ ആശയം എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കും, മടിച്ചു നിൽക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് KIDC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടക്കം തൊട്ട് ആ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കും വിവിധ ഘട്ടങ്ങളിലുള്ള സേവനങ്ങളും സഹായങ്ങളും നൽകാൻ KIDC എന്ന പ്രസ്ഥാനത്തിന് സാധിക്കും. അതുവഴി നമ്മുടെ നാടിനെ ഒരു വലിയ വളർച്ചയിലേക്ക് കൊണ്ടെത്തിക്കാനും അടുത്ത 2026 ആകുമ്പോഴത്തേക്കും മണ്ഡലത്തിലെ 2000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന വലിയ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാറാൻ KIDCക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട 1-2 പ്രോജക്റ്റുകൾ, ഒന്ന് ഒരു ഇൻഡസ്ട്രിയൽ പാർക്കാണ്. KIDCയുടെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹമാണ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് രൂപീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്താണെന്ന് അറിയാലോ, വ്യവസായം തുടങ്ങാൻ പഞ്ചായത്തിന്റെ അടുത്തൊക്കെ പോയി അനുമതിക്ക് വേണ്ടി, പൊല്യൂഷൻ കൺട്രോളിന്റെ അടുത്തൊക്കെ പോയി അനുമതിക്ക് വേണ്ടിയുള്ള ഒരു കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ പാർക്കിനകത്ത് ബിസിനസ് ആരംഭിക്കുന്ന അവസരത്തിൽ അത് വളരെ വേഗത്തിൽ തന്നെ ആ ഒരു ബിസിനസ് ആ ഒരു പ്രദേശത്ത് ആരംഭിക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയാണ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു റോള്. അപ്പൊ അങ്ങനെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2022 ഗവൺമെന്റ് ഓഫ് കേരള വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു വരുന്ന അവസരമാണത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കാനുള്ള ഒരു പ്രൊജക്ട് KIDCയുടെ മനസ്സിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫെസിലിറ്റേറ്റർ സമീപിച്ചിട്ടുണ്ട്.
ഒരുപാട് ആളുകളുമായിട്ട് ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നു. ഏകദേശം 5 ഏക്കറിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് മണ്ഡലത്തിൽ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ മനസ്സിലുള്ള ആശയത്തിനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്ന 2025 പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുവഴി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ കുറഞ്ഞത് ഒരു 30 സംരംഭങ്ങളെങ്കിലും ആ ഒരു വ്യവസായ പാർക്കിനകത്ത് എത്തിക്കാൻ സാധിക്കും. അതുവഴി ഞാൻ നേരത്തെ പറഞ്ഞ 2000 എന്നുള്ള തൊഴിലവസരങ്ങളുടെ നേട്ടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളൊരു ഇരിക്കുന്നത്. അതോടൊപ്പം വ്യവസായം തുടങ്ങാൻ വരുന്നവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവർക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി നൽകാൻ KDC എന്നൊരു സംരംഭത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സാധിക്കുമെന്നോട് പറയുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, വ്യാഴാഴ്ച ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം, ഒരു ONCR പ്രൊജക്റ്റ് ആയിരുന്നു അത്, ചാർക്കോൾ ബ്രിക്കറ്റിന്റെ. ആ പ്രോജക്റ്റ് വന്ന് കൃത്യം പറയാൻ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 1.5 മാസത്തിനുള്ളിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. 1.5 മാസത്തിനിടെ ഏകദേശം 3-4 സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുമതി വാങ്ങി ഒരു വലിയ വ്യവസായം, ഒരു 1 കോടി പ്രോജക്റ്റ്, ONCR ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ആരംഭിക്കുക എന്നുള്ളതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ സാധ്യമാവും. അത് സാധ്യമാവുന്ന സ്ഥലം നമ്മുടെ നിയോജക മണ്ഡലമാണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വിവിധ പ്രോജക്റ്റുകളുമായി നിങ്ങൾക്ക് KDC സമീപിക്കാം. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മുഴുവൻ സപ്പോർട്ടും ഉണ്ടാകും. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.